റഷ്യൻ യുദ്ധവിമാനം ആകാശത്ത് നിന്ന് ഒരു മിസൈൽ തൊടുത്തുവിട്ടു. ലക്ഷ്യം നേരിട്ട് ഒരു നഗരമായിരുന്നില്ല, മറിച്ച് ആ നഗരത്തെ സംരക്ഷിക്കുന്ന റഡാർ ആയിരുന്നു. ഏകദേശം 125 കിലോമീറ്റർ അകലത്തിൽ നിന്ന് Su-35 യുദ്ധവിമാനം KH-31PM ആന്റി റേഡിയേഷൻ മിസൈൽ വിക്ഷേപിച്ചതായി റഷ്യൻ വൃത്തങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു. ലക്ഷ്യം ഉക്രൈന്റെ അമേരിക്കൻ നിർമ്മിത MIM-104 പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് റഷ്യയുടെ അവകാശവാദം. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. മിസൈൽ വിക്ഷേപിച്ചതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിലും ഒരു പാട്രിയോട്ട് ഘടകം യഥാർത്ഥത്തിൽ തകർന്നുവെന്ന് സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഓഗസ്റ്റ് 22, 23 തീയതികളിൽ പുറത്തുവന്ന ദൃശ്യങ്ങളിലാണ് റഷ്യൻ Su-35S ഒരു KH-31PM മിസൈൽ വിക്ഷേപിക്കുന്നതായി കാണുന്നത്. വീഡിയോയിൽ കാണുന്ന ദൂരസൂചന ഏകദേശം 125 കിലോമീറ്റർ ആണെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ സ്രോതസ്സുകൾ ലക്ഷ്യം പാട്രിയോട്ട് സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില റിപ്പോർട്ടുകൾ ഇതൊരു പൊതുവായ ഉക്രൈനിയൻ വ്യോമ പ്രതിരോധ റഡാർ ആയിരിക്കാമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കാൻ KH-31PM എന്താണെന്ന് നോക്കണം. സാധാരണ ഭൂതല ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി KH-31PM ഒരു ആന്റി റേഡിയേഷണൽ മിസൈലാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ശത്രുവിന്റെ റഡാറാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. KH-31PMന്റെ സെൻസറുകൾക്ക് ഈ റേഡിയോ സിഗ്നൽ കണ്ടെത്തി അതിന്റെ ഉറവിടത്തിലേക്ക് മിസൈലിനെ നയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം ആയുധങ്ങളെ പലപ്പോഴും റഡാർ കില്ലർ എന്ന വിശേഷണത്തോടെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഒരു തന്ത്രപരമായ പ്രശ്നമാണ് ഉയരുന്നത്. പാട്രിയോട്ട് ബാറ്ററി ശത്രുവിന്റെ മിസൈലുകളെയും വിമാനങ്ങളെയും തിരിച്ചറിയാനും അവയെ നേരിടാനും റഡാർ സജീവമായി ഉപയോഗിക്കണം. എന്നാൽ റഡാർ നിരന്തരം പ്രവർത്തിപ്പിച്ചാൽ അതിന്റെ സ്ഥാനം ശത്രുവിന് കണ്ടെത്താൻ കഴിയാം. റഡാർ ഓഫ് ചെയ്താൽ അതിനു ചുറ്റുമുള്ള ആകാശത്തെ നിരീക്ഷിക്കുന്നതിലും വരാനിരിക്കുന്ന ഭീഷണികൾ തിരിച്ചറിയുന്നതിലും വലിയ പരിമിതി വരും. അതായത് റഡാർ ഓഫ് ചെയ്താൽ വ്യോമ പ്രതിരോധത്തിന്റെ കണ്ണുകൾ തന്നെ അടയുന്നു. ഇതാണ് ആന്റി റേഡിയേഷൻ മിസൈലുകളുടെ അടിസ്ഥാന തന്ത്രപരമായ നേട്ടം. റഷ്യൻ റിപ്പോർട്ടുകൾ പ്രകാരം Su-35 ഏകദേശം 125 കിലോമീറ്റർ അകലെ നിന്നാണ് KH-31PM വിക്ഷേപിച്ചത്. അതിന്റെ അർത്ഥം റഷ്യൻ യുദ്ധവിമാനം പാട്രിയോട്ടിന്റെ നേരിട്ടുള്ള പ്രതിരോധ പരിധികൾക്കുള്ളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്നാണ്. KH-31 കുടുംബത്തിലെ മിസൈലുകൾ ദീർഘദൂരത്തിൽ നിന്ന് റഡാർ സംവിധാനങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. കൃത്യമായ ദൂരം ഉപയോഗിക്കുന്ന പതിപ്പ്, ഉയരം, വിക്ഷേപണ സാഹചര്യങ്ങൾ തുടങ്ങിയവയെ ആശ്രയിച്ചിരിക്കും. ഉക്രൈനിന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയിൽ പാട്രിയോട്ടിന് അസാധാരണമായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് റഷ്യ ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ യുക്രൈന് ലഭ്യമായ ഏറ്റവും നിർണായക സംവിധാനങ്ങളിൽ ഒന്നാണ് ഇത്. ക്രൂയിസ് മിസൈലുകളോ ഡ്രോണുകളോ അപേക്ഷിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ ഉയർന്ന വേഗതയിലും കുത്തനെയുള്ള പാതയിലുമാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതിനാൽ അവ കണ്ടെത്താനും തടയാനും പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കൂ. ഇതുകൊണ്ടാണ് പേട്രിയറ്റ് ബാറ്ററിയിലെ ഓരോ ഘടകത്തിനും വലിയ മൂല്യമുള്ളത്. റഡാർ മാത്രമല്ല, കമാൻഡ് ഘടകം, ലോഞ്ചറുകൾ, മറ്റ് പിന്തുണാ സംവിധാനങ്ങൾ എന്നിവയും ഒരു ബാറ്ററിയുടെ പ്രവർത്തനക്ഷമതയിൽ നിർണായകമാണ്. അതിനാൽ ഒരു റഡാറിനെ ലക്ഷ്യമിടുന്നത് ഒരു സാധാരണ സൈനിക വാഹനത്തെ ആക്രമിക്കുന്നത് പോലെയല്ല, ഒരു നഗരത്തിന്റെ ആകാശ പ്രതിരോധ ശൃംഖലയുടെ കണ്ണുകളെ ലക്ഷ്യമിടുന്നതാണ്. എന്നിരുന്നാലും ഇതിനെ റഷ്യയുടെ ഏകപക്ഷീയമായ വിജയം എന്ന നിലയിൽ കാണുന്നത് തെറ്റായിരിക്കും. Su-35 പോലുള്ള വിലയേറിയ യുദ്ധവിമാനം തന്നെ ഒരു ആന്റി റേഡിയേഷൻ മിസൈൽ വിക്ഷേപിക്കാൻ മുന്നോട്ടടയ്ക്കുന്നത് അപകടരഹിതമല്ല. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമല്ല, പാശ്ചാത്യ യുദ്ധവിമാനങ്ങളും റഷ്യൻ വിമാനങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ വ്യോമസേനയ്ക്ക് ദൂരപരിധിയിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാനുള്ള കഴിവും വളരെ പ്രധാനമാണ്. വിമാനത്തെ നേരിട്ട് പാട്രിയോട്ടിന്റെ എൻഗേജ്മെന്റ് സോണിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം റഡാർ കണ്ടെത്തി ദൂരത്തിൽ നിന്ന് മിസൈൽ തൊടുക്കുക എന്നതാണ് കൂടുതൽ സുരക്ഷിതമായ സമീപനം. ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ വിജയകരമായി ആവർത്തിക്കാനായാൽ ഉക്രൈനിന്റെ വ്യോമ പ്രതിരോധ ക്രൂവിന് കൂടുതൽ സമയം റഡാർ എപ്പോൾ പ്രവർത്തിപ്പിക്കണം, എപ്പോൾ നിശബ്ദമാക്കണമെന്ന കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഈ യുദ്ധത്തിലെ പോരാട്ടം ഇനി ആർക്കാണ് കൂടുതൽ മിസൈലുകൾ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല.
ആർക്കാണ് എതിരാളിയുടെ റഡാർ ആദ്യം കണ്ടെത്താനും അതിനെ പ്രവർത്തനരഹിതമാക്കാനും അതിനുശേഷവും സ്വന്തം വ്യോമ പ്രതിരോധ ശൃംഖല നിലനിർത്താനും കഴിയുക എന്നതാണ് കൂടുതൽ നിർണായക ചോദ്യം. 125 കിലോമീറ്റർ അകലത്തിൽ നിന്ന് നടന്നതായി പറയപ്പെടുന്ന ഈ KH-31PM ആക്രമണം ഉക്രൈൻ നേരിടാൻ പോകുന്ന ആ പുതിയ വ്യോമയുദ്ധത്തിന്റെ ഒരു ചെറിയതെങ്കിലും ശ്രദ്ധേയമായ ഉദാഹരണമാണ്.